ഗൈസ് പുതുവടിക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് അടിക്കാൻ വന്നേക്കാണ്. സോ നമ്മൾ റീലിൽ കണ്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഇവിടെ മുമ്പ് വേറൊരു റെസ്റ്റോറൻറ്റ് ആയിരുന്നു സ്വാദ് എന്ന് പറഞ്ഞിട്ട്. സോ അവിടെ നമ്മൾ മുമ്പ് കഴിച്ചിട്ട് റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. സോ എന്തായാലും കയറിയോ ഒരു സാഫ്രോൺ ഡൈനി എന്ന പേര് മാറ്റി ഇതാണ് നമ്മുടെ സാധനം മധൂത്ത്. എങ്ങനെയുണ്ട്? സോ ഗൈസ് നമ്മൾ ആദ്യം ചിക്കൻ 65 സ്റ്റാർട്ടർ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് മന്തി ഇപ്പോൾ കിട്ടൂല, കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെറുതിരിക്കുന്നതിന് പകരം കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ടർ 65 നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ് ഗൈസ്. അപ്പം മന്തി കൊണ്ടുവന്ന് തട്ടുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചട്നി, മയോണീസ്, പിന്നെ സാലഡ്, അത് കൂടാണ്ട് എക്സ്ട്രാ കഴിക്കാനും തോന്നുന്നുണ്ട് ഗൈസ്. തട്ടാനായിട്ടുള്ള പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. തട്ടാനായിട്ടുള്ള കുക്കർ വരട്ടെ ഗൈസ്. കുക്കർ വന്നിട്ടുണ്ട് ഗൈസ്. കുക്കറിൻ്റെ വിസിലൂരി പുക പോകുന്ന കുക്കറിൽ നിന്നുള്ള നമ്മുടെ മന്തി വരുന്നു. മധുഫൂദ് കുക്കർ മന്തി. ഇടാൻ പോകുന്നു കുട്ടി. സോ ഗൈസ് അങ്ങനെ നമ്മുടെ മധൂത്ത് മന്തി കൊട്ടിയിട്ടുണ്ട്. സോ സാധനം കിടിലൻ ചൂടാണ്, പാറിപ്പറക്കുന്ന പുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ സംഭവം കിടിലനായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ 4 പേർക്കുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിന് ശേഷം നമ്മുടെ അവിടുത്തെ ഒരു ചേട്ടൻ നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഓരോരോ പീസ് വെച്ചിരിക്കുകയാണ്. നമുക്ക് 4 പീസാണ് വരുന്നത്. ഫുൾ ആയതുകൊണ്ട് 4 പേർക്കുള്ള പോർഷനാണ് നമ്മൾ മേടിച്ചത്. 4 പിന്നെ 6ഉം 8ഉം ആയിട്ടുള്ള പോർഷൻസാണുള്ളത്. സോ അതേ നമുക്ക് അങ്ങനെ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ചിക്കൻ പണ്ടാറം ഒടുക്കത്തെ ചൂടാണ് ഗൈസ്. പാറി പറക്കുന്ന പുക കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ചൂടാണ്. സോ ആളതേ നമുക്ക് റൈസ് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ബേ ലീഫൊക്കെ സീൻ പണ്ടാറം ഒടുക്കത്തെ ചൂടാണ് ഗൈസ്. സോ നല്ല അടിപൊളി ചൂടും. ബേ ലീഫ് ഇത്ര വലിയ ബേ ലീഫാണ് ഗൈസ്. റൈസ് പിന്നെ നല്ല അടിപൊളിയായിട്ട് ഗ്രേവിയൊക്കെ മിക്സായിട്ട് ഒരു രക്ഷയില്ല. ഭയങ്കര ചൂട് ഭയങ്കര ചൂട് ഭയങ്കര ചൂട്. ഇതിപ്പോൾ പീസ് എടുക്കാൻ പോലും പറ്റില്ലല്ലോ. ഇപ്പോൾ നമുക്ക് എന്തായാലും റൈസ് മാത്രം എടുത്ത് മയോണൈസിൽ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എങ്ങനെയുണ്ട് മിസ്റ്റർ റജാക്സ്? റൈസ് ചിക്കൻ കുക്കറിലിട്ടടിച്ചാൽ നല്ല സീനായിട്ടുണ്ട്. ചൂടായതിനെടുത്ത് കാണിച്ചാലും പറ്റില്ല. നല്ല അടിപൊളിയായിട്ട് ജ്യൂസി ആയിട്ട് നല്ല വെന്തിട്ടുള്ള പീസ് കുക്കറിലിട്ടടിച്ചൊന്നും പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ കുറച്ച് മയോണീസും എടുത്തിട്ട് ഇങ്ങനെ എടുത്തങ്ങോട്ട് കഴിച്ചതിന് ഒരു രക്ഷയില്ല, സീനാണ്. പീസ് ചുമ്മാ സീനാണ് റൈസ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയാണ് സീൻ ഗൈസ്. ഇത് നമുക്ക് മൊത്തം കഴിച്ചു തീർക്കാൻ പറ്റുമോ സംശയമാണ്. 4 പേർക്കുള്ളതാണ്, നമ്മൾ 3 പേരേ ഉള്ളൂ. പിന്നെ ഈ കുക്കറിലിട്ടടിച്ചാലും ലെമണൊക്കെ നല്ലോണം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് വന്നിട്ടുണ്ട്. സോ സീനായിട്ടാണ് ഗൈസ്. റീലിൽ സാധാരണ റീൽ കണ്ട് പോയി ഭയങ്കര ഹൈപ്പിലൊക്കെ പോയിട്ട് അലമ്പാവുന്ന പോലെയല്ല, സീൻ സാധനമായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ മസാല സ്പൈസസ് കൊണ്ട് അങ്ങനെ നിറച്ചൊരു കുഴിമന്തി എന്ന് പറയാം. കാരണം പട്ട, പിന്നെ ജീരകം, കൊറിയൻഡറിൻ്റെ സ്റ്റൈല്, പിന്നെ പട്ടക്ക് ഇത്ര വലുപ്പത്തിൽ, ബേ ലീഫൊക്കെ ഇത്ര വലുപ്പത്തിൽ കെട്ട് സെറ്റായിരുന്നു. പിന്നെ കുക്കറിലിട്ട് അടിച്ചാലും പക്ക സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കനും പിന്നെ ലെമണൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എസൻസൊക്കെ നല്ലോണം വന്നിട്ട് നമ്മുടെ റൈസ് പ്രത്യേക ടേസ്റ്റായിരുന്നു ഗൈസ്. ചൂടോടെ കഴിക്കുമ്പോൾ വേറെ ലെവലായിരുന്നു. സോ നിങ്ങൾ ഈ ഏരിയയിലൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ അറ്റ്ലക്സ് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും ഈ ഒരു കട, സാഫ്രോൺ ഡൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾ ഈ അങ്കമാലി കറൂറ്റി ഏരിയയിലാണെങ്കിൽ വന്ന് കഴിച്ച് നോക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാനുള്ള ഇത് മേടിച്ചാൽ 5 പേര് 6 പേർക്കൊക്കെ കഴിക്കാൻ പറ്റും. 6 പേര് മേടിച്ചാൽ 7 പേര് 8 പേര്. കാരണം
ഇവിടെ നമ്മൾ 6 പേരായിട്ട് ടീം വന്നിട്ട് അവർ 6 പേരുടെ പറഞ്ഞിട്ട് അവർ പാർസലാക്കി. നമ്മൾ 3 പേര് പോയിട്ട് 4 പേരുടെ പറഞ്ഞാൽ നമുക്ക് പാർസലാക്കേണ്ട വേറെ വഴി ഉണ്ടായില്ല. നമ്മളും പാർസലാക്കി മിക്കവരും മേടിച്ചിട്ട് കുറച്ചധികം ബാക്കി വരുന്നതൊക്കെ പാർസലാക്കി എടുത്തുകൊണ്ട് പോകണം. അത്രയും നല്ല അടിപൊളി ടേസ്റ്റുമാണ്, അത്രയും നല്ല ക്വാണ്ടിറ്റി റൈസും കിട്ടുന്നുണ്ട്. ചിക്കൻ്റെ പീസ് നോർമലായിട്ട് നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന പോലെ തന്നെ, പക്ഷേ റൈസിൻ്റെ ക്വാണ്ടിറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ലോണം ഉണ്ട്. പിന്നെ വെറും 900 രൂപയാണ് നമുക്കൊരു 4 പേരുടെ ഫുള്ളിന് വരുന്നത്. നോർമൽ റേറ്റ് തന്നെ, റേറ്റിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ ഡു ട്രൈ ഈറ്റ് ഔട്ട് ഇഫ് യു ആർ പാസിങ് ത്രൂ ദിസ് റൂട്ട്. അപ്പോൾ